السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم تبلغ الحلية من المؤمن حيث يبلغ الوضوء. റവാഹു മുസ്ലിം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിലെ 250-ാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ ഒരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യുന്നതായി കാണാൻ പറ്റും. ഉളു ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയത്തിലുള്ളത്. ഉളു എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ കാമിലത്തിന് വാജിബായൊരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ സ്വലാത്ത ലിമൻ ലാ ഉളു അലഹു, ഉളു ഇല്ലാത്ത ഒരുത്തന് നിസ്കാരം ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിക്കുകയുണ്ടായി, അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹി അൽ ഖതായ വയർഫഉ ദറജാത്ത്. ഖാലൂ ബലാ യാ റസൂലല്ലാഹ്. ഖാല ഇസ്ബാഉൽ വുദൂഇ അലൽ മകാരിഹ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാം, തന്റെ പാപങ്ങളൊക്കെ മായ്ച്ചു കളയണമെന്നും പദവികൾ ഉയർന്നു കിട്ടണമെന്നും ആരാണ് ആഗ്രഹിക്കുന്നത്? അയാൾ അനിഷ്ടകരവും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെയുള്ള സമയത്ത് ഉളു നന്നായി ചെയ്യട്ടെ. ചില ആൾക്കാരെ കണ്ടില്ലേ, നഗ്നപാതരായി ദൈവസന്നിധിയിൽ പോയാൽ പാപമോക്ഷം കിട്ടും എന്ന് വിചാരിച്ച് എരിവുരി കൊള്ളുന്ന വെയിലത്തും കല്ലും മുള്ളും കതിരക്കുറ്റിയും ഒക്കെ ചവിട്ടിയും ഒക്കെ പുണ്യം നേടാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്താറുണ്ട്. എന്നാൽ ഇവിടെ അള്ളാഹു പഠിപ്പിക്കുന്ന എന്താ? പാപം മായ്ക്കാൻ വേണ്ടി നടത്തും നഗ്നപാതരായി നടക്കുക എന്നല്ല. ഉളു പൂർത്തിയായി നടക്കുന്ന ഒരാളുടെ ഓരോ കാലിന്റെ ചുവടും അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ മായ്ക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അയാളുടെ പദവികൾ ഉയരാൻ വേണ്ടിയും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തവല്ലഅ ഫഅഹ്സന അൽ-വുളൂഅ ഖറജത് ഖതായാഉ മിൻ ജസദിഹി. ഒരാൾ പൂർണ്ണമായി ഉളു എടുക്കുകയും ഫഅഹ്സന അൽ-വുളൂഅ, ഉളു നന്നാക്കുകയും ചെയ്യും. ഒരല്പം സമയമെടുത്ത് അവധാനതയോടുകൂടി അത് നിർവഹിച്ചില്ല എങ്കിൽ ഒരു നഖത്തിന്റെ അത്രയെങ്കിലും പോറൽ എവിടെയെങ്കിലും ഉളുവിന്റെ ഭാഗത്ത് വെള്ളം നനയാതെ വന്നാൽ അത് പെയിന്റ് ആകാം, ഓയിലാകാം, വെള്ളം തട്ടാത്തതാകാം, ഇനി സിന്തറ്റിക്കും ഓർഗാനിക്കും എന്നൊക്കെ പറഞ്ഞത് വിപണിയിൽ കിട്ടുന്ന പല സാധനങ്ങളും തലയിൽ തേക്കുന്നതോ താടി തേക്കുന്നതൊക്കെ ഉണ്ടാവും. വെള്ളം നനയില്ലെങ്കിൽ അയാൾ ഒന്നും ശരിയാവൂല. ഇനി ശരീരത്തിന്റെ എവിടെയെങ്കിലും ഉണ്ട്, അതുണ്ടെങ്കിൽ ശരിയാവൂല. ഇതൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഒരാൾ ഉളു ചെയ്താൽ അതുകൊണ്ട് കിട്ടുന്ന ഗുണം എന്താ? ഖറജത് ഖതായാഹു, അയാളിൽ നിന്ന് പാപം കൊഴിഞ്ഞു വീഴും. മിൻ ജസദിഹി, അയാളുടെ ശരീരത്തിൽ നിന്ന്. ഹത്താ തഖ്റുജു മിൻ തഹ്തിഹിൽ അദ്ഫാർ, നഖങ്ങളിൽ കൂടി വെള്ളം ഒലിച്ചിറങ്ങി അതിൽ അവസാനത്തെ തുള്ളിയും ഇറ്റി വീണ് ശരീരം ഉണങ്ങുന്നത് വരെയും അയാളുടെ ശരീരത്തിൽ നിന്ന് പാപങ്ങൾ പുറത്തുകൊണ്ടേയിരിക്കും. ഇനി മറ്റു ചില ആദരവുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബ്. നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള ഒരു സൂറത്തിലെ വചനമാണ്. അൽ കഹ്ഫിലെ 31-ാമത്തെ ആയത്തിൽ പറയാ, നാളെ പരലോകത്തിന്റെ എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർണത്തിന്റെ വളകൾ അണിയിച്ചു കൊടുക്കുന്നു. 35-ാമത്തെ സൂറത്തു ഫാത്തിറിലെ 33-ാമത്തെ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് കേട്ടോ, യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുഅൻ. മുത്തുകൾ പതിച്ച അല്ലെങ്കിൽ മുത്തുകളും പവിഴങ്ങളും നിറഞ്ഞ സ്വർണത്തിന്റെ വളയങ്ങൾ, കടക വളയങ്ങൾ, കണ്ടാഭരണങ്ങൾ ഒക്കെ അവരെ അണിയിക്കും. ആരെ? സത്യവിശ്വാസികളായി ദുനിയാവിൽ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച് ആ ജീവിതം അള്ളാഹുവിന്റെ കാൽ കീഴിൽ സമർപ്പിച്ച മുസ്ലിം. നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ തൻ്റെ എല്ലാ ഇഷ്ടങ്ങളും അഭീഷ്ടങ്ങളും എല്ലാം റബ്ബിന്റെ തൃപ്തിക്കാണ്ട് അടിയറവ് വെച്ച ഒരാൾക്ക് പറയുന്ന പേരാണ് കീഴൊതുങ്ങിയവൻ എന്നത്. അങ്ങനെ മുസ്ലിമായി ജീവിക്കുന്ന ഒരാൾക്ക് നാളെ പരലോകത്ത് അത് കിട്ടും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കിട്ടുന്ന മറ്റൊരാളെയാണ് ഞാൻ ആദ്യം കേൾപ്പിച്ച ഹദീസിലൂടെ പറയുന്നത്. തബ്ലഉ ഹില്യത മിനൽ മുഅ്മിൻ, വിശ്വാസിയായ ഒരാൾക്ക് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളയങ്ങൾ അല്ലെങ്കിൽ വളകൾ, ആഭരണങ്ങൾ അണിയിക്കപ്പെടും. ഹൈസു യബ്ലുഉൽ വുദൂ, ഉളൂഇന്റെ വെള്ളം എവിടെയൊക്കെ തട്ടിയോ അവിടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരമൊരു മഹാഭാഗ്യത്തിന് ഉടമകളായി തീരാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്തെത്തുമ്പോൾ നെറ്റിയിൽ ചൂട്ടുള്ള കുതിരയെ തിരഞ്ഞ് അതിൻ്റെ യജമാനന് കണ്ടുപിടിക്കാൻ കഴിയുന്നത് പോലെ എനിക്ക് എൻ്റെ ഉമ്മത്തീങ്ങളിൽപ്പെട്ട ആളുകളെ കാണാൻ കഴിയും. കാരണം അവരുടെ കൈകളും മുഖവുമൊക്കെ ഉളൂ ചെയ്തതിൻ്റെ അടയാളങ്ങൾ അവശേഷിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഒരല്പം കയറ്റിക്കഴിയുക.
ഒന്നായിട്ടല്ല, കൈ ഇതുവരെ മുട്ടുവരെ കഴുകാൻ പറഞ്ഞാൽ ഒന്നായിട്ട് കഴുകിയാലല്ല. മുഖം കഴുകാൻ പറഞ്ഞ ചില ആൾക്കാരെ താടിയും കഴുത്തൊക്കെ പാടെ കഴുകും. അതുമല്ല, ഒരല്പം കയറ്റിക്കറി ആ അളവിൽ കുറയാതെ എന്നാൽ അമിതമാകാതെ നിർവഹിക്കുന്ന ഓരോരുത്തർക്കും ആ ഒരു പദവിയും ദർജയും ആദരവും കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള അർഹത നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി നമ്മിൽ നിന്ന് വന്നു പോകുന്ന എല്ലാ അബദ്ധങ്ങളും അനർത്ഥങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി മറച്ചു വെച്ച് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്കൊക്കെ പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾ ഈ മജ്ലിസിലും വീടുകളിലും ആശുപത്രികളിലും ഒക്കെ കഴിഞ്ഞുകൂടുന്നവരിൽ രോഗത്തിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഷാഫിയായ റബ്ബേ, അവർക്കൊക്കെയും ആജിലും കാമിലുമായ ഷിഫയും ആഫിയത്തും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അല്ലാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീങ്ങളായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും മാറ്റിവെച്ച് അഫ്ദൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായി ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും ഔലിയാക്കളും സലഫുസ്സാലികളും സുദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.